നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇച്ചിരി ഗ്യാപ്പ് വന്നു വീണ്ടും അല്ലല്ല, നമസ്കാരം കഴിഞ്ഞിട്ട് ന്യൂസ് ടേക്കിലേക്ക് സ്വാഗതം പറയാൻ ഇച്ചിരി ഗ്യാപ്പ് വന്നു. ജനങ്ങളെ ക്ഷമയെ പരീക്ഷിക്കരുത്, നിങ്ങൾ പറയുമെന്ന് ഓർത്ത് കാത്തിരുന്നതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ സ്ഥിരം പറയുമായിരുന്നു. അതെ, അത് പറയുന്ന പ്രതീക്ഷ ഞാൻ കാത്തിരുന്നു. അപ്പം നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ട്, അത് ശരിയല്ല. എനിവേ, ഞാൻ ഇന്ന് ഇരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. തെരഞ്ഞെടുപ്പിലെ സീറ്റുകളെല്ലാം തന്നെ തീരുമാനമായിരിക്കും. ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥികൾ ആരാന്നറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? തുഷാർ, നമുക്ക് ബി ഡി എസിന്റെ കാര്യം നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് മറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കുന്നില്ല. കാരണം ഒരു പ്രചരണം, നമുക്ക് ആധികാരികമായി പറയാൻ പറ്റത്തില്ല. ബി ഡി എസ് സീറ്റ് വിൽക്കുക എന്നാണ് പറയുന്നത്. പ്രചരണം തുഷാറോടൊപ്പം നിൽക്കും, ബാക്കി സീറ്റുകളൊക്കെ വിൽക്കുമെന്നാണ് ആരോപണം. നമ്മുടെ തെളിവൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ഈ ബി ജെ പിയുടെ പൊതുവെ കിട്ടുന്ന വോട്ടിനേക്കാൾ കുറവാണ് ബി ഡി എസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പം ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇല്ലേ, എല്ലാവരും കളത്തിലിറങ്ങി. വളരെ നാടകീയമായ ഒരു എന്താ പറയുന്ന ഒരു ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഒക്കെ ആയിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചു ശരിക്കും. പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലക്ഷ്യം, ഇന്നത്തെ നമ്മുടെ ഒരു ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ എല്ലാ മണ്ഡലങ്ങളെയും ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. അതായത് ഒന്നാം ഘട്ടത്തിൽ എവിടം വരെ എത്തി എന്നുള്ളത്. നമുക്ക് തുടങ്ങേണ്ടത് വടകര തന്നെയാണ്, അല്ലേ? എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ കാണുന്നത്? നമുക്ക് വടകരയെ കുറിച്ച് പറയുമ്പോൾ വേറെ രസകരമായ പഴയ കാര്യം കൂടെയുണ്ട്. വടകരയിൽ 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഇതുപോലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ലീലാ ദാമോദര മേനോനായിരുന്നു. അവർക്ക് വേണ്ടി ചുവരെഴുതുകയും പോസ്റ്റർ ഒട്ടിച്ചോന്ന് അറിഞ്ഞുകൂടാ. അവർ കളത്തിലിറങ്ങി. അപ്പോഴാണ് അറിയുന്നത് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്ന് ഒരാളിനെ കോൺഗ്രസ് നേരിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന്. അദ്ദേഹം അന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. ഉണ്ണികൃഷ്ണൻ അങ്ങനെ എത്തിയതാണ്. മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു. അത് നല്ല സ്വാധീനമൊക്കെ ഉള്ള കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാൾ ഒരു നാൾക്കും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ലീലാ ദാമോദര മേനോൻ നമുക്കറിയാം, കെ ദാമോദര മേനോന്റെ ഭാര്യയാണ്. അവർ നേരത്തെ 2 തവണ MLA ആയിരുന്ന ആളാണ്. വളരെ സീനിയർ ആയിട്ടുള്ള വളരെ വലിയ ഒരു വനിതാ നേതാവാണ്. അവരെ സീറ്റ് വെട്ടുമെന്ന് ആരും കരുതിയില്ല. ഉടക്കില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് ഒരു മാന്യത രാജ്യസഭ കൊടുത്തു. 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ രാജ്യസഭ കൊടുത്തു. ഈ പഴയ കഥയൊക്കെ രാജ്മോഹന്റെ വായിൽ തന്നെ വരണം. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ ഈ അസാധാരണ ഓർമ്മശക്തി. പക്ഷെ ഇവിടെ മുരളി ഹാപ്പിയാണ്. വ്യത്യാസവാദമുള്ളത് അവിടെ എന്നിട്ട് ജയിച്ചോ? KP ഉണ്ണികൃഷ്ണൻ ജയിച്ചോ? പിന്നെ വീണ്ടും അദ്ദേഹം കോൺഗ്രസിൽ പോകാൻ പരാജയപ്പെട്ടു. ഓക്കെ, പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി. അപ്പം ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ സീറ്റ് മാറ്റം കൊണ്ട് രണ്ടുപേരും ഹാപ്പിയാന്നുള്ളതാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഒരു തോൽവി മണത്തിരുന്നു. ഒന്ന് ടീച്ചർ വന്നു, 2 പുള്ളിക്കാരൻ അവിടെ ഉള്ളൊരു വേണ്ടത്ര മതിപ്പുണ്ടായിരുന്നില്ല. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് ഒന്ന്. ഇനി അതിനേക്കാൾ വലിയ അനുഗ്രഹം തൃശ്ശൂരിലെ പ്രതാപൻ്റെ കാര്യം. ഇന്ന് പ്രതാപനൊരു വീഡിയോ കണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ മുരളിയെ ഉമ്മ വെക്കുന്നു, മുഖം തുടയ്ക്കുന്നു. അത് ചില സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പലതും പുള്ളിയുടെ സമനില തെറ്റി മറ്റേ ഈ സീറ്റ് പോയിന് അല്ല, സന്തോഷം കൊണ്ട് പുള്ളിയുടെ ആനന്ദമാണ്. കാരണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് തോറ്റു പോകുന്ന പ്രതാപൻ അറിയാം. ഞാൻ ഈ സമയത്ത് എനിക്ക് വ്യക്തിപരമായ പ്രതാപനോട് എതിർപ്പുണ്ട്. എല്ലാവർക്കും അറിയാം, നമുക്ക് മൊത്തത്തിൽ എതിർപ്പുണ്ട്. നമ്മളോട് പക വീട്ടുന്ന അത് ചില ആളുകൾ അദ്ദേഹത്തെ സഹായിക്കുന്നതും ഉണ്ടാവാം. നമ്മളോട് പക വീട്ടുകയും നമ്മളകത്ത് പോകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്ത അൻവറിനെ പോലെ കഷ്ടപ്പെട്ട ഒരാളാണ് പ്രതാപ്. അതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കാപട്യമാണ്, യാതൊരു സത്യസന്ധരാത്ത മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം തോക്കുമല്ലോ എന്ന് ഓർത്തൊരു ആനന്ദം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ആനന്ദം പോയി. കാരണം അത് മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി അദ്ദേഹം നിയമസഭയെ മത്സരിക്കും. അപ്പോൾ അടുത്ത തവണ ഏത് കുറ്റിച്ചൂര് നിന്നാലും ചിലപ്പോൾ ജയിക്കുന്ന അവസ്ഥയായിരിക്കും. ഇതാണ് ഭരണത്തിൻ്റെ പോക്ക്. ഇനി ജയിച്ചാൽ ഇയാൾ മന്ത്രിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ആഹ്ലാദം ഈ പ്രതാപനെ വല്ലാതെ അലട്ടിയതിൻ്റെ പ്രതികരണമാണ്. ആനന്ദക്കണ്ണീർ അതാണ് കാണിച്ച വേഷം കെട്ടൽ കണ്ടില്ലേ? പരസ്യമായി ഉമ്മ കൊടുക്കുന്നു, മുഖം തുടച്ചു കൊടുക്കുന്നു. എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നത്? അപ്പം ഇതിലും വലിയൊരു ആഹ്ലാദം അയാൾക്ക് കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തൃശ്ശൂരും വടകരയും നമുക്ക് പരിശോധിക്കാം. വടകര നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്?
ഷാഫിക്ക് തീർച്ചയായും വലിയൊരു സാധ്യതയാണുള്ളത്. അപ്പം ഞാൻ ഇന്ന് അവിടുത്തെ കോൺഗ്രസ് നേതാവ് നമ്മൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഷാഫിയെ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വളരെ ശ്രദ്ധേയനായ യുവ നേതാവാണ്. ഇതൊക്കെ ഉണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് 35% ജനസംഖ്യ ഉള്ളത് ഉണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ തന്നെ 30% ഉള്ളതാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി നല്ല ഊർജ്ജസ്വലനായ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, എല്ലായിടത്തും ഇടിച്ചു കയറാനും നല്ല പ്രവർത്തകനാണ്. അല്ല പുള്ളി ശരിക്കും അറിയാലോ, കേസിൽ കൂടെ കടന്നു വന്ന ഒരുപാട് കേസിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ വന്ന് ഒരിടത്തും തോറ്റിട്ടില്ല. പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം CPM കോട്ടയം സ്ഥലത്ത് നിന്ന് ഓരോ തവണ ജയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ത്രികോണ മത്സരം. കൂടെ വന്ന് നിന്നവിടെ അതെ അതെ ഇന്നലെ ജയിച്ചു. പിന്നെ ഷാഫിയെ സംബന്ധിച്ച് ഷാഫി വളരെ നന്നായി പെരുമാറുന്ന കാര്യങ്ങൾ, ഒരു കാര്യം ഏൽപ്പിച്ച കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. അതെ. മാത്രമല്ല ഈ പൊതുവെ മുസ്ലിം സ്ഥാനാർത്ഥികളോട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊരു അവരുടെ പേരുകൊണ്ട് തന്നെ അകൽച്ച ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ അകൽച്ച ഷാഫിയോട് ഇല്ല. ഷാഫിക്ക് അങ്ങനെ മതമോ, തികഞ്ഞ മതേതരവാദിയായ, എന്നാൽ മതനിഷേധിയല്ല. സത്യത്തിൽ നമുക്ക് വേണ്ടത് അങ്ങനെ മതനിഷേധിയല്ലാത്ത മതേതരവാദികളെ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഷാഫി, ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ ആ ഷാഫിയുടെ ഒരു വീഡിയോ കണ്ടു. ഷാഫിയെ വടകര പാലക്കാട് നിന്ന് ഷാഫി പോകുക. അപ്പോൾ അവിടെ ആളുകൾ യാത്രയപ്പെന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ കരഞ്ഞുകൊണ്ട് പോകുക. അപ്പോൾ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടിയ അംഗീകാരം എന്താണ്? അതെ, അവിടുത്തെ പാലക്കാട് അഗ്രഹാരങ്ങൾ, ഞാൻ പാലക്കാടുള്ള പണിക്കാർ, അവർക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ ഷാഫി? അത് വളരെ പ്രധാനമാണത്. സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഷാഫി വിട്ട് പാലക്കാട് വിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന അവർക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ആളെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അവരെ വടകരയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലേ? അപ്പോൾ വടകരയിൽ മുരളി തോറ്റേക്കുമെന്ന തോന്നലുണ്ടാവാം. ഒന്ന്. രണ്ട്, പ്രതാപൻ തൃശ്ശൂർ തോക്കുമെന്നൊരു തോന്നലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വടകര ഏതാണ്ട് ഉറപ്പാക്കിയെന്ന് പറയാം. പക്ഷെ എനിക്കതിൽ ഇച്ചിരി വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ട സ്ഥാനാർത്ഥി, ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്, രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്, ശൈലജ ടീച്ചർ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്, ഷാഫി ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് ആ സമയം മിക്കയിടങ്ങളിലൊക്കെ പാഴ് ജന്മങ്ങളാണ് സ്ഥാനാർത്ഥികൾ. ആരുമില്ല ജയിക്കാൻ. അവിടെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ പ്രഗത്ഭരായ ആളുകൾ എന്തോന്നാലും ജയിക്കണമെന്ന്, പിന്നെ രണ്ട് ഭാഗത്തുള്ളവരും ജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ വന്നു. എന്തായാലും വടകരയുടെ കാര്യം നമുക്ക് പറഞ്ഞു തീർക്കാം. വടകരയിൽ ശൈലജ ടീച്ചറിനായിരുന്നു ഇതുവരെ എഡ്ജ് ഉണ്ടായിരുന്നത്. അത് ഷാഫിയുടെ വരവോടെ മാറി. ന്യൂനപക്ഷ വോട്ട് മാത്രമല്ല, ജനറൽ വോട്ടുകളോടുകൂടി ഷാഫിക്ക് വലിയ മുൻതൂക്കം വന്നിരിക്കുകയാണ്. വളരെ ജനകീയനാണ്. അപ്പോൾ നമുക്കിനി സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ട തൃശ്ശൂരാണ്. കാരണം തൃശ്ശൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഈ മുരളി വരുന്നത് വരെയുള്ള തൃശ്ശൂരിലെ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ അല്പം എഡ്ജ് സുരേഷ് ഗോപിക്ക് തന്നെയാണ്. ഇപ്പോഴും സുരേഷ് ഗോപിയുടെ എഡ്ജിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ചില ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ പിന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ എന്നും ഉണ്ടാവുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇതിന്റെ പുറകെ തോന്നുന്നത് ആരോ ക്യാമറ സ്ഥിരം വിട്ടിട്ട്, കാരണം ഒരു ബൂത്ത് പോലെ സ്ഥലത്ത് നിന്ന് അദ്ദേഹം അവിടുത്തെ വനിതകളോട് സംസാരിക്കുന്നത് ഷൂട്ട് ചെയ്തവർ. അതിന്റെ പുറകെ ആളുണ്ട്. സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, സുരേഷ് ഗോപി ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാപട്ടി അറിയില്ല. ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS ആണെന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും അദ്ദേഹത്തിനില്ല. അത് മാത്രമല്ല, ആ ഒരു നാടകീയത ഒഴിച്ചാൽ സുരേഷ് ഗോപി സത്യസന്ധ. അതുകൊണ്ട് അദ്ദേഹം എന്നാ വെച്ചാൽ മനസ്സിൽ തോന്നുന്ന പറയും. അപ്പം സത്യം പറഞ്ഞാൽ ഈ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ഒരു പച്ചയായ മനുഷ്യൻ്റെ അടയാളം തന്നെയാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഞാൻ ചോദിക്കണത്, പിന്നെ എന്നെ ചില പരിപാടികളൊക്കെ വിളിക്കുമല്ലോ. അപ്പം ഞാൻ നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പരിപാടിക്ക് പോകത്തുള്ളൂ. പക്ഷേ പ്രോഗ്രാം നമ്മൾ കഷ്ടപ്പെട്ടതിന് ആളില്ലെങ്കിലും അപ്പോഴാണ് ഒരാളിങ്ങനെ സുരേഷ് ഗോപി പോലൊരു സ്ഥാനാർത്ഥി തൃശ്ശൂർ മുഴുവൻ ഇങ്ങനെ ഓടി മടുക്കാനിരിക്കുമ്പം ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടായി വിഷമമുണ്ടാവും. വഴക്ക് പറഞ്ഞതും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആ വഴക്ക് പറഞ്ഞത് ഷൂട്ട് ചെയ്ത ആരാണോ അവനാണ് കുഴപ്പക്കാരൻ. അത് കൂടെയുള്ളവരായിരിക്കും ചിലപ്പോൾ. ചാനലാണ് വന്നത്. പക്ഷേ അതൊരു മീഡിയം ചാനലാണ് വന്നതാണ് എൻ്റെ ഓർമ്മ. അല്ല, ആരും ഷൂട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് കൊടുത്തത്. ആ ഒരു അന്തർധാര ശരിയല്ല. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു. RSS നേതൃത്വം കൊടുക്കുന്ന ഒരു ശില്പശാലയാണ്. അപ്പം അതിൽ BJPക്കാർക്ക് ചിലർക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് മീഡിയ വണിലാണ്. ഈ അന്തർധാര ശരിയല്ല. അതായത് ഈ RSSും BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മീഡിയ വണിൽ കൊണ്ടുപോയി വാർത്ത കൊടുക്കുന്നെങ്കിൽ അവരപകടകാരികൾ. ഇവിടെയും അത് തന്നെയാണ്. മീഡിയ വണിലാണ് ആദ്യം വന്നെങ്കിൽ അപകടമാണ്. കാരണം ഈ ഇടതുപക്ഷത്തെ, കമ്മ്യൂണിസത്തെ, BJPയൊക്കെ തകർക്കാൻ നിൽക്കുന്ന
ഒരു മീഡിയയ്ക്ക് എന്തുദ്ദേശത്തോടെ വാർത്ത ചോർത്തി കൊടുത്താലും അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഏഷ്യാനെറ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനോരമ വന്നു, മാതൃഭൂമി വന്ന് മനസ്സിലാക്കാൻ പറ്റും. മീഡിയ വഴി വന്നു പറഞ്ഞാൽ അവരെ കണ്ടെത്തണം. ആരാണോ സുരേഷ് ഗോപിയുടെ വീഡിയോ ചോർത്തി കൊടുത്തത്, അല്ലെങ്കിൽ RSSും BJPയും തമ്മിൽ ഷാജൻസ്കരയുടെ പേരിൽ തർക്കമെന്ന് ആരാണോ ചോർത്തി കൊടുത്തത് അവരെ അന്വേഷിച്ച് കണ്ടെത്തി അകറ്റി നിർത്തുന്നത് ആ സംഘടനയ്ക്ക് നല്ലതാണ്. പിന്നെ തീർച്ചയായും. അപ്പോൾ എനിവേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പം കഴിഞ്ഞ കുറേ കാലമായി സുരേഷ് ഗോപി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രി കനിഞ്ഞനുഗ്രഹിച്ച് അവിടെ എത്തി നിൽക്കുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായ ഒരു എഡ്ജ് തുടരുന്നുണ്ട്. പക്ഷെ മുരളി വന്നതോടെ മത്സരം കണ്ടു. നമ്മളത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതാപനായിരുന്നെങ്കിൽ പ്രതാപൻ ചിത്രത്തിലില്ലായിരുന്നു. സുനിൽകുമാറും സുരേഷ് ഗോപി തമ്മിൽ തർക്കമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്നത് തൃശ്ശൂരാണ്. അതിശക്തമായ ത്രികോണം. ഒരുപക്ഷെ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പത്മജയുടെ പക്ഷെ അപ്പം പത്മജ ഫാക്ടറിൻ്റെ ഒരു പ്രശ്നം മുരളി വന്നതോടെ അത് ഇച്ചിരി ന്യൂട്രലൈസ് ചെയ്തു. അതൊരു പത്മജ BJPയിലേക്ക് പോയത് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമായിരുന്നു. പ്രതാപനായിരുന്നു സ്ഥാനാർത്ഥി. കാരണം പ്രതാപൻ്റെ പകയ്ക്കിരയായാണ് പത്മജ പോയത്. അപ്പോൾ ഒരിക്കലും പത്മജയെ പിന്തുണയ്ക്കുന്നവർക്ക് പ്രതാപൻ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ തുറന്നു പറയും. ഞാൻ സംസാരിച്ചപ്പോഴും അവർ നമ്മളോട് തുറന്നു പറയും. അവർ ഒരു തുറന്ന് സംസാരിക്കുന്ന സ്ത്രീ. ഞാൻ 2-3 പ്രാവശ്യം സംസാരിച്ചു. കരുണാകരൻ്റെ മകളുടെ ഒരു പാരമ്പര്യമുണ്ട്. തീർച്ചയായും. മാത്രമല്ല അവർ നല്ല രാഷ്ട്രീയക്കാരാണ്. നന്നായിട്ട് അവർക്ക് പെരുമാറാനും കൊണ്ടുപോകാനും അവർക്കറിയാം. കല്യാണക്കുട്ടിയമ്മയും ഈ കരുണാകരൻ്റെ ഭാര്യയായിരുന്നല്ലോ. ആ മഹത്വം എല്ലാവർക്കുണ്ട്. തീർച്ചയായും. അവർ പണ്ടത്തെ BA കാര്യക്കാരുന്ന ഒരാളാണ്. അന്നത്തെ സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആളാണ് കല്യാണക്കുട്ടിയമ്മ. ഓ ശരി. തീർച്ചയായും. അപ്പോൾ ഈ ഒരു സ്വാധീനം അവരെ വേദനിപ്പിച്ചതിന് പക്ഷെ മുരളി വരുന്നതോടെ അത് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കർണാടക ഫാക്ടർ മുരളി വരുന്നതോടെ BJPക്ക് അത്ര അനുകൂലമാവത്തില്ല. ആ ഒരു പത്മജയെ കൊണ്ടുവന്ന സർജിക്കൽ സ്ട്രൈക്കിൻ്റെ നേട്ടം മുരളി വന്നതോടെ BJPക്ക് ബെസ്റ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ പ്രതാപൻ ഔട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്കിൽ പോലും തൃശ്ശൂരിലേത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി വരുന്ന പീരീഡ് എങ്ങനെയായിരുന്നു? കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് അവിടുത്തെ ക്രൈസ്തവ മനസ്സിൽ ഒരു ഇഷ്ടം സുരേഷ് ഗോപിയിലുണ്ട്. പക്ഷേ പ്രതാപനോടുള്ള ഒരു അനിഷ്ടം ഈ ഇഷ്ടത്തിനൊരു കാരണമായിരുന്നു. അതെങ്ങനെയാകും എന്നറിയില്ല. ഈ പ്രതാപനോടുള്ള അനിഷ്ടം മുരളിയോടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സിറ്റുവേഷൻ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ 14 മത്സരങ്ങളെ നമ്മൾ 2 പറഞ്ഞു. നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ശരിക്കുള്ള ത്രികോണ മത്സരം തൃശ്ശൂരാണ്. നല്ല മത്സരം വടകര നടക്കും. പക്ഷേ എഡ്ജ് ഷാഫിക്കാണ്. പക്ഷേ നമുക്ക് ഈ സാഹചര്യങ്ങളെ, നമ്മുടെ ഇപ്പോഴത്തെ സീറ്റുകളുടെ സാഹചര്യങ്ങൾ നമുക്ക് 3-4 ആയിട്ട് തിരിക്കുന്നത് നല്ലതാണ്. അതിലേറ്റവും ആദ്യം തിരിക്കുന്നത് ഉറപ്പായിട്ടും UDF ജയിക്കുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും LDF ജയിക്കുന്ന മണ്ഡലങ്ങൾ, കടുത്ത മത്സരം നടക്കുന്ന ഇങ്ങനെ നമ്മൾ ഞാൻ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഉറപ്പായിട്ടും LDF ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളില്ല. അനുഭവങ്ങൾ വെച്ച് നോക്കും. ഉറപ്പായും UDF ജയിക്കും എന്ന് പറയാം, LDF ജയിക്കുന്ന മണ്ഡലങ്ങളില്ല. പക്ഷേ LDFന് അല്പം എഡ്ജുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ഉറപ്പായും ജയിക്കുന്ന UDF ജയിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നോക്കുക. എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ 6 മണ്ഡലങ്ങളിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് എഴുതി വെക്കാം ജയം UDFനാണെന്ന്. ഏതായിരിക്കും ഒരു മണ്ഡലം? നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം പറ്റത്തില്ല. ഉറപ്പായിട്ടും കൊല്ലം ഉറപ്പായിട്ടും UDFന് ജയമാണ്, ഒരു സംശയവും വേണ്ട. കാരണം കൊല്ലം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ തിരുവനന്തപുരം UDF ജയിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല, ടൈറ്റാണ്. അത് ഏത് നിമിഷവും നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് തിരുവനന്തപുരത്തിലേക്ക് പോകാം. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, ഈ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും UDF ജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന് രംഗപ്രവേശം ചെയ്തു. രാജീവ് ചന്ദ്രശേഖരെ ജനത്തിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ അറിയാൻ ആഗ്രഹിച്ചു. അറിഞ്ഞു തുടങ്ങുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്.
അല്ല, തിരുവനന്തപുരത്ത് വി കെ കൃഷ്ണമേനോൻ എന്ന് ജയിച്ചിട്ടുള്ള മണ്ഡലമാണല്ലോ. അതാ പറഞ്ഞു. അല്ല, കേരളത്തിൽ വളർന്ന ഒരാളല്ല, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം നിഷ്പ്രാസം ജയിച്ചു. അല്ല, അതാ പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖരനോടുള്ള ഒരു ഇഷ്ടം കൂടി വരുന്നുണ്ട്. അത് ശശി തരൂരിനോടുള്ള ഇഷ്ടത്തെ മറികടക്കുവാൻ രണ്ടാമത്തെ ചോദ്യം. പക്ഷെ രാജീവ് ചന്ദ്രശേഖരനോട് വല്ലാത്തൊരു ഇഷ്ടം ആളുകൾക്ക് വരുന്നുണ്ട്. കാരണം ആളുകൾ ഇതുവരെ കരുതിയിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മലയാളം സംസാരിക്കാൻ അറിഞ്ഞോടെന്ന് പലരും കരുതിയിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, മലയാളം അറിയില്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിരുന്നു, പക്ഷെ അദ്ദേഹം നന്നായി മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് കേരളനാരാണ് ഒറ്റപ്പാലത്ത് നിന്ന് അദ്ദേഹം മുണ്ടെടുക്കാൻ അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടാന്ന് അന്ന് CPM പ്രചരിപ്പിച്ചിരുന്ന കാര്യം ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ മലയാളം അറിയത്തില്ല. രാജീവ് ചന്ദ്രശേഖരൻ കർണാടകക്കാരനാണ്, മലയാളി അല്ല എന്ന് വിശ്വസിച്ചവരുണ്ട്. അങ്ങനെ കരുതിയില്ല. അല്ല, അങ്ങനെ ചിന്തിച്ചവരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യകാലത്തെ കരുതിയത്, കാരണം കർണാടകയിൽ നിന്നാണല്ലോ അയാൾ രാജ്യസഭയിലേക്ക്, പിന്നെ ബാംഗ്ലൂരാണ് ജീവിക്കുന്നത്, കർണാടക പൊളിറ്റീഷ്യൻ. അപ്പം ഞാനും ആദ്യകാലത്തൊക്കെ കരുതിയിരുന്നത് കർണാടകക്കാരനായിരിക്കും. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണ് എന്ന് ഇപ്പോൾ ബോധ്യമായി. മലയാളം നന്നായി അറിയാം, തരൂരിനെ പോലെ തന്നെ അറിയാം എന്ന് ബോധ്യമായി. രാജീവ് ചന്ദ്രശേഖർ കാശുള്ളത് കൊണ്ട് മാത്രം MP ആയ ആളല്ല, കാലിബർ ഉണ്ടെന്നും അയാൾ ക്വാളിഫൈഡ് ആണെന്നും കാലിബർ ഉണ്ടെന്നും മാത്രമല്ല, ഈ ന്യൂ ജനറേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഈ പുതിയൊരു ജനങ്ങളുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഫ്രീഡമുള്ള പ്രൊഫഷണൽസാണ്. അപ്പം ഈ ഗുഡ് ഗവേണൻസിൻ്റെ പൊളിറ്റിക്സാണ് ആം ആദ്മിയെ കൊണ്ടുവരുന്നത്. ഈ 2020 ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സാണ് ശശി തരൂർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. അതുകൊണ്ട് തരൂരിനോട് വലിയ ഇഷ്ടമുണ്ട്. അതേ പൊളിറ്റിക്സാണ് രാജീവ് ചന്ദ്രശേഖരൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ശശി തരൂരിനും UDF-നുമാണ് എഡ്ജ്, നമുക്ക് സംശയം വെക്കേണ്ട കാര്യമില്ല. പക്ഷേ അടിക്കടി രാജീവ് ചന്ദ്രശേഖർ കുതിച്ചു തൊട്ട് പിന്നാലെയുണ്ട്. എനിക്ക് സങ്കടം പന്ന്യൻ്റെ കാര്യത്തിലാണ്. കേരള രാഷ്ട്രീയത്തിൽ പന്ന്യനെ പോലെ സംശുദ്ധനായ രാഷ്ട്രീയക്കാർ കുറവാണ്. തീർച്ചയായും വളരെ ലാളിത്യം. മനുഷ്യനോട് സംസാരിക്കണം, ഒരാളോടും വിരോധമില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരു അധികാരമോഹവുമില്ലാത്ത, ഒരു പണമോഹവുമില്ലാത്ത ഒരു സാധു മനുഷ്യൻ, ഒരു ഐഡിയോളജിക്കൽ കമ്മ്യൂണിസ്റ്റാണ്. തീർച്ചയായും നമ്മുടെ സങ്കല്പത്തിലെ കമ്മ്യൂണിസ്റ്റാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം തിരുവനന്തപുരത്ത് ഭാര്യയും കുടുംബവും ഇല്ല. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 20,000 രൂപ പെൻഷനാണുള്ളത്. ഞാൻ 20,000 രൂപ പെൻഷൻ കൊണ്ട് ഇവിടെ ഭാര്യയും കുടുംബത്തെയും കൂടെ കൊടുത്ത് അതെ എന്ത് കൊടുക്കണം, പ്രയാസമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അദ്ദേഹം പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണ്. തിരുവനന്തപുരത്തിന് വേണ്ടത് ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല, നമ്മുടെ പൊളിറ്റിക്കൽ ഫാദറും ബയോളജിക്കൽ ഫാദറും പോലല്ല, അല്ലേ? അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലുള്ള മത്സരമാണ്. പാവം പന്ന്യൻ പുറകെ പോയിരിക്കുന്നുള്ള സങ്കടകരമായ കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണ്. എപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം BJP-യുടെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റാണ്, എന്നിട്ട് സ്വീകാരം പുറത്തുപോയി. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തവണത്തേക്കാൾ BJP പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. BJP പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ഓരാജോപാലും കുമ്മനും ഒക്കെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആയിട്ടും കൂടി ഇത്രയും കയറിയെങ്കിൽ ഈ ശശി തരൂറിന് പറ്റിയൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ശശി തരൂരിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിൻ്റെ ടീമാണ്. ഗംഭീരനൊരു ടീം അദ്ദേഹത്തിനുണ്ട്. അപ്പം ശശി തരൂരിന് നമുക്ക് അപ്രോച്ചബിൾ അല്ലെങ്കിലും നമ്മുടെ കാര്യം നടക്കും. ഇതുപോലെ തന്നെ ഗംഭീരൻ ടീമാണ് രാജീവ് ചന്ദ്രശേഖർ. നല്ല കിടിലോൽക്കിടലൻ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പം ഞാൻ കണ്ടു, ഒരു മനോജ് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. കാഴ്ചയിൽ തന്നെ ഉണ്ടല്ലോ നല്ല ഒരു 6.5 അടി പൊക്കവും നല്ല മുണ്ടൊക്കെ എടുത്തിട്ട്, നമുക്ക് കണ്ടാൽ തന്നെ നല്ല താടിയൊക്കെ വെച്ച്, നല്ല കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഷാജൻ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ഒരു നല്ലൊരു ഈ ആഡ് ഏജൻസിയിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാനതൊരു അദ്ദേഹം പറഞ്ഞു, ഈ BPL-ൻ്റെ ആഡ് ചെയ്തിരുന്നതാണ് അദ്ദേഹം, ഈ മനോജ്. അന്ന് ഈ ആഡ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു വലിയ കമ്പനിയിൽ ആഡ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയി പരിചയപ്പെട്ട അന്ന് മുതലുള്ള ബന്ധമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഒരു ടാലൻ്റ് ഉള്ളവരെ കൂടെ നിർത്താൻ പറ്റുക. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സംശയവും വേണ്ട, നമുക്ക് മൂന്നാമത്തെ മണ്ഡലമായി കൺക്ലൂഡ് ചെയ്യാം. തിരുവനന്തപുരത്ത് കടുത്ത മത്സരമാണ്. ഇപ്പോഴത്തെ സ്റ്റേജിൽ തരൂരിനാണ് മുൻതൂക്കം, സംശയമില്ല. പക്ഷേ ആദ്യ ഘട്ടത്തിൽ തന്നെ പന്ന്യനെ മൂന്നാമതാക്കി എന്നുള്ള ഒരു സവിശേഷതയും, ഇനി എങ്ങനെയാണ് ഈ ക്യാമ്പയിനെ അവർ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഈ രണ്ടുപേർ. ഇനി ഒരു കാര്യം പറയാം, തരൂരിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കുറയും. ഇത് കാര്യം തീർച്ചയാണ്. അപ്പം ഞാൻ പറയുന്ന ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്ന 6 സ്ഥാനാർത്ഥികൾ UDF-കാരാണ്. നിങ്ങൾ കൊല്ലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുകേഷ് സ്ഥാനാർത്ഥി ആയതോടുകൂടി എളുപ്പമായി. KN ബാലഗോപാലിനെയാണ് കഴിഞ്ഞ തവണ 2 ലക്ഷം വോട്ടിന് ബേബിയെ
അതെ, പോൾ ബ്യൂറോ അപ്പുറത്തോപ്പിച്ച് ബേബി ആയിരുന്നല്ലോ അല്ലേ? ബേബി ആയിരുന്നു. അതാണല്ലോ ഈ പരനാറി ഒക്കെ ഉണ്ടാവുന്നത്. അതെ 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 അതെ, എക്സാക്ട്ലി. ബേബി അന്നല്ലേ അങ്ങോട്ട് പോയി അതെ മത്സരിക്കും. അതെ അതെ, ബേബി അപ്രസക്തനായില്ലേ ഇതിലേക്ക് രാഷ്ട്രീയത്തിൽ. അതെ, ആ ഒരൊറ്റ തോൽവിയോടെ പോയി. പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗമാ. അദ്ദേഹം MLA ആയിരുന്നു. പിന്നെ അദ്ദേഹം സഭയിൽ വരാതായി. പിന്നെ അതങ്ങ് കഴിഞ്ഞു പോയി. വല്ലാത്ത തോൽവിയായിരുന്നു. തീർച്ചയായും. അല്ലെ, കൊല്ലം മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോഴേ നമ്മളിപ്പോൾ RSP പലരും RSP അവിടെ ഉണ്ടോ, ഇത് ചവറ മുതൽ ചവറ വരെ, പേട്ട മുതൽ പേട്ട വരെ എന്നൊക്കെ പറയും. പക്ഷേ RSPക്ക് ഇന്നും അവിടെ ശക്തമായ അടിത്തറയുള്ള സ്ഥലം തന്നെ കൊല്ലം ജില്ല. ശ്രീകണ്ഠൻ നായർ, N ശ്രീകണ്ഠൻ നായർ എത്രയോ തവണ ജയിച്ചു. 60 മുതൽ അതാണ് 80 വരെ. പലപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴാണ് RSPക്ക് വിജയം ഉണ്ടായിട്ടുള്ളത്. 80-ൽ RSP LDFിനൊപ്പം പോവുകയും ശ്രീകണ്ഠൻ നായർ BK നായരോട് പരാജയപ്പെടുകയും ചെയ്തു. BK നായർ ശ്രീകണ്ഠൻ നായർ തമ്മിൽ താരപ്പെടുത്തുമ്പോൾ ശ്രീകണ്ഠൻ നായർ BK നായരെക്കാളൊക്കെ വലിയ നേതാവല്ലേ അദ്ദേഹം. BK നായർ നേതാവാണെങ്കിൽ പോലും പക്ഷെ തോറ്റു എന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ RSPക്ക് ഒരു നല്ല കാലം ഉണ്ടായത്. ഇങ്ങോട്ട് വന്നതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനം. പ്രേമേന്ദ്രൻ അതിനല്ലേ സംഭവിച്ചത്, സീറ്റ് നിഷേധിച്ചില്ലേ? അതെ അതെ അതെ, ഇടത് സീറ്റ് നിഷേധിച്ചു, അവരെ ഇല്ലാതാക്കി. പക്ഷേ ചവറയിലെ തോൽവി, മറ്റേ ഷിബു ബേബിയുടെ തോൽവി ഭയങ്കരമായിരുന്നു. തുടർച്ചയായ രണ്ടാമത്തെ തോൽവി എന്ന് പറഞ്ഞാൽ അത് RSPക്ക് സഹിക്കാൻ പറ്റുന്നൊരു തോൽവിയല്ല. പക്ഷേ പ്രേമചന്ദ്രൻ, ഞാൻ പ്രേമചന്ദ്രൻ MP എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും മികവുള്ള ആളാണ്. പിന്നെ സൗഹൃദം, ഞാൻ പറഞ്ഞ എനിക്ക് നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമ്മൾ മറക്കില്ല, നമ്മളെ അയാൾ മറക്കില്ല. ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, ഇതുപോലെ രാഷ്ട്രീയമെന്നൊരു മനുഷ്യൻ, ഞാൻ ജീവിതത്തിൽ ഇത്രയും ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരനെ കണ്ടില്ല. എല്ലാം തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. അതായത് നയിക്കാൻ വേണ്ടി ജനിച്ച ആളാണ്. നമ്മളൊന്ന് വിളിച്ചു നോക്കട്ടെ, അദ്ദേഹം ഫോൺ എടുത്തില്ലെങ്കിൽ കുറച്ചും തിരിച്ചു വിളിക്കും. ആ മര്യാദ കാണിക്കുന്ന അപൂർവം രാഷ്ട്രീയ. ഇത് മാത്രമല്ല, നല്ല ഓർമ്മയാണ്. നമ്മൾ ആരെ വിളിച്ചാലും. ഓ ശരി. സത്യം പറഞ്ഞാൽ ഞാൻ ഷിബു ബേബിയോട് പറഞ്ഞത്, ഷിബു മത്സരിക്കണം പാർലമെന്റിലേക്ക്, എന്നിട്ട് പുള്ളിയെ നിയമസഭയെ മത്സരിക്കും, പുള്ളി ജയിക്കും, മന്ത്രിയായ കേരളത്തിന് വലിയ മുതൽക്കൂട്ടി. മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ ആത്മാർത്ഥമായി ഇടപെട്ട അയാൾ മാത്രമാണ്. അതെ, അതാണ് പ്രശ്നം. അപ്പം കൊല്ലം പ്രത്യേകിച്ച് മുകേഷ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് എന്തിനാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പിടിയെ കിട്ടുന്നില്ല. മുകേഷ് നിയമസഭയെ കഷ്ടി കഴിഞ്ഞ് കയറി പോയതാ. അതായത് പിണറായി തരംഗ ആഞ്ഞു വീശിയിട്ടും കഷ്ടിയാണ് ജയിച്ചത്. ബിന്ദു കൃഷ്ണൻ അല്ലായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ വിഷ്ണുനാഥ് ആയിരുന്നെങ്കിൽ, വിഷ്ണുനാഥല്ലേ അല്ലല്ലോ ഇവിടെ വന്ന് മത്സരിച്ച് വിഷ്ണുനാഥല്ലേ കൊല്ലത്ത് ആയിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചേനെ. അപ്പം കൊല്ലം അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി പറയാം, തർക്കം വേണ്ട, കൊല്ലത്തെ UDF ആണ് വിജയിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന എറണാകുളമാണ്. എറണാകുളത്ത് ചോദ്യമില്ലാത്തതാണ്. എറണാകുളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അതിപ്പം ഹൈബീഡൻ അല്ല ഷാജൻസ്കറി ആണെങ്കിലും അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു രീതി, ക്രിസ്ത്യൻ വോട്ടിൻ്റെ മുന്നേറ്റമൊക്കെ പരിഗണിക്കുമ്പോൾ എളുപ്പത്തിൽ ജയിക്കും. ഹൈബീഡൻ അവിടെ തരക്കേടില്ലാത്ത ഒരു സ്ഥാനമുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ എറണാകുളത്ത് പോയല്ലോ. അപ്പം നമുക്ക് പോസ്റ്ററൊന്നും അധികം കാണാനില്ല. CPMൻ്റെ പോസ്റ്ററുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എറണാകുളത്ത് കാര്യമായിട്ടില്ല. അപ്പം ഉള്ളിടത്ത് തന്നെ ഈ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ ആർക്കും പിടികിട്ടുന്നില്ല. അപ്പോൾ ആളുകൾ തോന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് ഞാനും എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും കൂടെ അവിടെ കാർ യാത്ര ചെയ്യുമ്പം ചേട്ടൻ്റെ ഭാര്യ ചോദിച്ചു, ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടോ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കൊടുത്തുന്ന. അതിൻ്റെ കാര്യം ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഏതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലേ പോസ്റ്ററാന്ന് തോന്നി. അത് സ്വാഭാവികമല്ലേ? അതായത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സീരിയസ്നെസ് മാത്രമേ എറണാകുളത്തുള്ളൂ. അതുകൊണ്ട് എറണാകുളം എന്ന് പറയുന്നത് UDFിൻ്റെ രണ്ടാമത്തെ ഉറച്ച സീറ്റാണ്. അതെ, അപൂർവമായി കോൺഗ്രസ് അവിടെ തോറ്റിട്ടുള്ളൂ. അന്നൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെയെങ്കിലും കെ കരുണാകരനെ പോലെ നേതാക്കൾ അപ്പുറത്ത് നിന്ന് അവർ അന്നത്തെ നിലവിലെ കോൺഗ്രസിന്റെ ഈ നേതൃത്വമായി ഇടഞ്ഞ സമയത്തായിരുന്നു സംഭവിച്ചെന്ന് പറയാം. അതല്ലെങ്കിൽ നിഷ്പ്രയാസം ജയിക്കും കോൺഗ്രസ്. മൂന്നാമത് ഉറപ്പായും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇടുക്കിയാണ്. ഇപ്പോൾ ഡീൻ പാവത്താനാണ്. വലിയ നമ്മൾ ഈ പ്രേമേന്ദ്രൻ്റെ കാര്യം പറഞ്ഞ മാതിരി വലിയ പ്രഗത്ഭനൊന്നുമല്ല. പക്ഷേ ജോയിസ് ജോർജ് ഒരു വെറുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അയാളെ കഴിഞ്ഞ തവണ ജനങ്ങൾ ഓടിച്ചതാണ്. അത് ആ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ 2014 ഹൈറേഞ്ചിലെ പ്രത്യേകതരം ഈ പറയുന്ന കസ്തൂരി രംഗൻ്റെ പശ്ചാത്തലത്തിലാണ് PTI മാറിയൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം കസ്തൂരി രംഗൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ അങ്ങനെ വന്നത്. അപ്പം വലിയ കാർഷിക വിരോധമുണ്ട്. ഇപ്പം അത് പൂർണ്ണമായി ഇടതുപക്ഷത്തിനെതിരാണ്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ജോയിസ് ജോർജ് ഒരു CPM കാരനൊന്നും ആയിരുന്നില്ല. ഈ കസ്തൂരി രംഗൻ സമരസമിതിയുടെ നേതാവും നമ്മുടെ ഇയാളില്ല അവിടുത്തെ ഈ അഗസ്ത്യയുടെ മരുമോനാ.
ഈ മഹസിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാനൊക്കെ പിടിച്ചിരുന്ന അങ്ങേരാണ്. അപ്പം ഈ മഹസിയുടെ ചേട്ടൻ്റെ മോൻ അങ്ങനത്തെ ഒരു കണക്ഷൻ. അപ്പം ഈ മഹസിയാണ് അയാളെ ഉത്തരവാദിത്വത്തോടെ നോക്കിയത് വളർത്തിയതൊക്കെ ഈ മഹസിയാണ്. അയാൾക്ക് അയാൾ പിന്നെ ഈ മലയോര കർഷക സംഘടനയുടെ നല്ല വക്കീലാണ്. അപ്പോൾ ആ കണക്ഷനിൽ സീറ്റ് കൊടുത്തു. അപ്പം ഫ്രാൻസിസ് ജോർജിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. ഞാൻ അന്ന് ഇടതുപക്ഷത്തോട് സ്നേഹമുള്ള സമയമാണ്. എന്നോട് ചുമതലപ്പെടുത്തിയിരുന്നു ഫ്രാൻസിസ് ജോർജ് സംസാരിക്കണം. ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ ഫ്രാൻസിസ് ജോർജ് അന്ന് അന്ന് രാഷ്ട്രീയ ധാർമ്മികത നിന്ന് പൊളിഞ്ഞു. പിന്നീട് അയാൾ വന്നു, എന്തൊരു ഗുണമുണ്ടായില്ല. അപ്പം ഈ പറയുന്ന ഇടുക്കിയിൽ വീണ്ടും ജോയ്സ് ജോർജ് മത്സരിക്കുന്നതോടെ അത് കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്ന പോലാണ്. അപ്പം ഈ മൂന്നാമത്തെ സീറ്റും ഉറപ്പായിട്ടും UDF ആണ്. പിന്നെ നമുക്കറിയാം 3 സീറ്റ് രാഹുൽ ഗാന്ധി. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം വയനാട് രാഹുൽ ഗാന്ധിയാണ് ജയിക്കുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും 2 സീറ്റ്. അങ്ങനെ ഈ 6 സീറ്റ്, അതായത് മലപ്പുറം, പൊന്നാനി, വയനാട്, ഇടുക്കി, എറണാകുളം, കൊല്ലം, ഈ 6 സീറ്റ് എഴുതി വെക്കാം UDFനാണ്. അതിനകത്തൊരു തർക്കവും വേണ്ട. നമ്മൾ അവിടെയിട്ട് മാറുക. ബാക്കി 12 സീറ്റിലും നമുക്ക് കൃത്യം പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. പക്ഷേ UDFന് എഡ്ജുള്ള സീറ്റുകൾ കൂടുതലാണ്. ഇതാണ് തിരുവനന്തപുരം. നമ്മളിപ്പോൾ തിരുവനന്തപുരം നോക്കുക. തിരുവനന്തപുരം നമ്മൾ ഈ കട്ടയ്ക്കാണ് മത്സരമെങ്കിലും തിരുവനന്തപുരത്ത് UDFനാണ് എഡ്ജ്. ആറ്റിങ്ങൽ കടുത്ത മത്സരമായിരിക്കും. അന്ന് മാത്രമല്ല, ആറ്റിങ്ങൽ ത്രികോണ മത്സരമായിരിക്കും. നമ്മൾ ഈ ത്രികോണ മത്സരം ഇത്തവണ ചെറുതായിട്ട് കാണരുത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, കാസർഗോഡ് ഈ 6 ഇത്തവണ ത്രികോണ മത്സരം നടക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ആലപ്പുഴ BJPയുടെ A+ സീറ്റല്ല. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നതോടെ A+ ആയി. അതാ ഒരു മണ്ഡലത്തെ A+ വെക്കുക. ഓർക്കണം, ആറ്റിങ്ങിൽ A+ ആക്കിയത് ശോഭാ സുരേന്ദ്രനാണ്. ആ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വന്ന് മത്സരിക്കുന്നതിന് വലിയ തരംഗമാണ്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങൾ നമ്മൾ ആദ്യം പരിഗണിക്കാം. BJPക്ക് എഡ്ജല്ല, BJPക്ക് സ്വാധീനമുള്ള 6 മത്സരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരമാണ്. ആറ്റിങ്ങൽ എൻ്റെ കൂടെ മണ്ഡലമാണ്. ഞാൻ എൻ്റെ നാട്ടിലെ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. മുമ്പ് ചെറിയങ്കീഴായിരുന്നല്ലോ. പലരും പറയാറുണ്ട് ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ഇടതുപക്ഷ കോട്ടയല്ല. ശരിക്കും പറഞ്ഞാൽ മാറി വെച്ചിട്ടുണ്ട്. പലരും ചൂണ്ടിക്കാട്ടുന്ന കാര്യം 67 ആർ ശങ്കർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആർ ശങ്കർ 67 പരാജയപ്പെട്ടെങ്കിൽ 71 വയലാർ രവി ജയിച്ചു, 77 അദ്ദേഹം ജയിച്ചു. 80 വയലാർ രവി പരാജയപ്പെടുമ്പോൾ അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ജയിച്ചത് AR റഹീമാണ്, മരിച്ച കേന്ദ്രമന്ത്രി ഗവർണറൊക്കെ ആയിരുന്നു. കോൺഗ്രസ്സുകാരാണ് ജയിച്ചതെന്ന് 80. 84 തലേക്കുന്ന് ബഷീർ ജയിച്ചു. 89 തലേക്കുന്ന് ബഷീർ ജയിച്ചു. പിന്നീട് 91 സുശീല ഗോപാലൻ ജയിച്ചു. പിന്നീട് അങ്ങോട്ട് ഇത് കോൺഗ്രസിൻ്റെ ഇത് വിട്ടുപോയായിരുന്നു. പിന്നീട് തിരികെ പിടിച്ചത് അടൂർ പ്രകാശാണ്. അതുകൊണ്ട് ഇതിനൊരു LDFിന്റെ കുത്ത മണ്ഡലം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും പറ്റത്തില്ല. അല്ല, LDFന് കുറച്ച് കഴിഞ്ഞപ്പം സമ്പത്ത് 2 തവണ ജയിക്കുകയും പിന്നെ വർക്കല രാധാകൃഷ്ണൻ ജയിക്കുകയൊക്കെ ചെയ്ത ആ സാഹചര്യത്തിൽ എഡ്ജ് ഇടതുപക്ഷത്തിനാണ്. മാത്രമല്ല, ജോയി നല്ല സ്ഥാനാർത്ഥിയല്ലേ, ജില്ലാ സെക്രട്ടറി ആണ്, MLA ആണല്ലോ. അവിടെ MLAയും മന്ത്രിയും MPയും തമ്മിൽ മത്സരമാണ് അല്ലേ? MLAയും MPയും മന്ത്രിയുമാണ് മത്സരിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരല്പം എഡ്ജ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നതാണോ എന്ന് തോന്നുന്നു? ആകാം. കാരണം ഒരു കുറെ വർഷങ്ങളായി നിലനിർത്തിയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞോളം അങ്ങനെ എല്ലാം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ കൂടുതൽ ഇത്തവണ ശക്തിയായി ശ്രമിക്കും. കഴിഞ്ഞോളം ഉണ്ടായ പരാജയം എന്താണെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ CPMനെ സംബന്ധിച്ച് നേരത്തെ ഒരു അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അത് പരിഹരിക്കാനുള്ള വഴിയുണ്ട്. അവർക്ക് അടിത്തറ മുതലുള്ളതുകൊണ്ട്. പക്ഷേ അടൂർ പ്രകാശ് പ്രഗത്ഭനാണ്, ആവശ്യത്തിന് കാശുണ്ട്, സൗമ്യനാണ്, ആരെയും വളരെ സൗമ്യ പെരുമാറുന്ന കാര്യത്തിന് എന്നാ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അടൂർ പ്രകാശിൻ്റെ ഒരു ഗ്രിപ്പ് ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ക്യാരക്ടറാണ്. ആ ഒരു ഗ്രിപ്പ് അതുകൊണ്ട് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് തിരിച്ച് പിടിക്കണമെന്ന് വാശിയുള്ളത് കൊണ്ട്, അതേസമയം എത്ര കാലമായിട്ട് മുരളീധരനോട് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം അടൂർ പ്രകാശ് അടൂരുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വ്യാപകമായ ബന്ധുബലമുണ്ട്. ജോയിക്കുണ്ടത്. ജോയി പെരുങ്കുഴി ഈ മഹത്തുള്ള ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും ഇവർക്ക് രണ്ടുപേർക്കും ശക്തമായ തോതിൽ ഈ മണ്ഡലത്തിൽ ബന്ധുബലമുള്ളവരാണ്. മാത്രമാണ് കണ്ട് മലബാറുകാരനായി പോയത്. ഈ ജയശങ്കർ ചോദിക്കുന്ന പോലെ
ജാതി ചോദിക്കുന്നത് ശരിയല്ലെങ്കിലും ജോയി എന്നാ ജാതിയാന്ന് അല്ല അറിയത്തില്ല, അതോട് ചോദിക്കുകയാണ്. അല്ല, ജ്യോതി ശ്രീനാരായണീയനാണ്. ആണ് 3 പേരും ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അതാണ്. ഈ 3 പേരും ശ്രീനാരായണീയന്മാരാണല്ലോ. ഓക്കെ ഓക്കെ. അല്ല, അത് പലപ്പോൾ ജോയിയുടെ ഇതിനെക്കുറിച്ച് ആളുകൾക്ക് സംശയം. ജോയിയുടെ പേര് ജോയിനോട് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു നമ്മുടെ ആറ്റിങ്ങൽ. പിന്നെ നമുക്ക് BJP യുടെ ത്രികോണ മത്സരം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുരവും തൃശ്ശൂരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്ക് BJP യുടെ ആലപ്പുഴ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതായത് ഈ ശോഭാ സുരേന്ദ്രൻ വന്നതോടെ വലിയ ഓളമാണ് അവിടെ, വലിയ ഓളമാണ്. അവർക്ക് തന്നെ കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞ് മനസ്സിലാക്കിയൊരു കാര്യം മറ്റേ അവിടെയാണ് ഈ നമ്മുടെ കൃപാസനം, വലിയ സ്വാധീനമുണ്ട് കൃപാസനത്തിന്. ശോഭാ സുരേന്ദ്രൻ കൃപാസനത്തിൽ അച്ഛനെ പോയി കണ്ടെന്ന്, ജോസഫ് അച്ഛനെ പോയി കണ്ടെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അത്ഭുതം സൃഷ്ടിക്കും. കാരണം അച്ഛന് വലിയ സ്വാധീനമാണ്, പ്രത്യേകിച്ച് തീരദേശ ജനങ്ങൾക്കിടയിൽ അച്ഛന് വലിയ സ്വാധീനമുണ്ട് ശോഭ. പക്ഷേ ഇത് മാത്രമല്ല, ഇപ്പം KC വേണുഗോപാൽ അങ്ങോട്ട് വന്നാൽ അവിടെ എന്തോ സംഭവിക്കുന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാർക്കുണ്ട്. പണ്ട് വേണുഗോപാലിൻ്റെ പഴയ മണ്ഡലമായിരുന്നു, വേണുഗോപാൽ വലിയ നേതാവായി. പക്ഷേ വേണുഗോപാൽ എന്തേരം സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടനാ ചുമതല മാത്രമല്ല, കോൺഗ്രസിനെ മുഴുവൻ നോക്കേണ്ട അയാളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയും അപ്പനെയും കൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി ചെന്നു. അപ്പോൾ ഒരു വലിയ ബഹളം കെട്ടി ഞാൻ ഓടിച്ചെന്ന് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വേണുഗോപാൽ വരുവാ. അപ്പോൾ നമ്മുടെ ഷിയാസും അൻവർ സാദത്തും റോജി M. ജോണും ഒക്കെ ഉണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് അക്കൂട്ടത്തിൽ നിന്ന് കണ്ടു. അപ്പം എന്നെ കണ്ടെന്ന് തോന്നുന്നു വേണു, പക്ഷെ ഗവനിച്ചൊന്നുമില്ല. ഗവനിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ വേണുവിനെ സംബന്ധിച്ചിടത്തോളം വേണു വലിയ നേതാവല്ലേ. അപ്പോൾ വേണു അപ്പം തന്നെ ചാടി വണ്ടിയൊക്കെ ഒന്ന് വണ്ടി വിട്ടു പോകുന്നു. അപ്പം വേണു ആ ഒരു മഹിമ, അതായത് അയാളുടെ ആ വലിപ്പം ആസ്വദിക്കുന്ന ആളാണ്. അത് എത്രമാത്രം മണ്ഡലത്തിൽ വർക്കൗട്ട് ആവുമെന്ന് കണ്ടെത്തണം. മാത്രമല്ല, അവിടെ വേറൊരു തരത്തിലുള്ള ഒരു ചോദ്യം CPM ഉൾപ്പെടെ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ അംഗമാണ് രാജസ്ഥാനിൽ. 2026 അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം സപ്പോസ് ഇവിടെ ജയിക്കുകയാണെങ്കിൽ ആ രാജ്യസഭ അംഗത്തിന് രാജിവെക്കേണ്ടി വരും. രാജിവെച്ചാൽ രാജസ്ഥാനിലെ അവസ്ഥയിൽ പിന്നെ കിട്ടില്ല. മാത്രവുമല്ല, BJP സംബന്ധിച്ച് രാജ്യസഭയിൽ അവർക്ക് മേൽക്കൈ കിട്ടാൻ ഇത് വളരെ സഹായിക്കും, ഒരു അംഗത്തിനും കൂടെ കിട്ടുന്നത്. അല്ല, അപ്പം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത ചോദ്യം ഉണ്ടാവും. എങ്കിൽ പോലും പൊതുവെയുള്ളൊരു വിലയിരുത്തൽ വേണു വലിയ നേതാവായതുകൊണ്ട് ആലപ്പുഴ കിട്ടുമെന്നാണ്. ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യം കൊണ്ട് പോയതാണ് CPMന്. ആരിഫിന് അത്ര മതിപ്പില്ല, പാർട്ടിക്കാർക്കിടയിലും മതിപ്പില്ല, ജനങ്ങൾക്കിടയിലും മതിപ്പില്ല. അതുകൊണ്ട് ആരിഫിന് എതിരായുള്ള ഫാക്ടർ അവിടെ നിർണായകമാണ്. അതൊരു പ്രധാന കാര്യം. നമ്മുടെ ഷാജഹാനോടെ സ്ഥാനാർത്ഥിയാണ് KM ഷാജഹാൻ, ആലപ്പുഴ മത്സരിക്കുന്നത്. ഷാജഹാൻ അവകാശപ്പെടുന്നത് CPMൻ്റെ വോട്ട് കിട്ടും എന്നാണ്. അങ്ങനെ ഇങ്ങോട്ട് സംഭവിച്ചാൽ, ഷാജഹാനെ അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയാൽ ആലപ്പുഴയിൽ വലിയ ഒരു 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 ഉണ്ടാവുന്നുണ്ടാവും. ഇനി നമുക്കിവിടുന്ന് പോകുമ്പോൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും മാവേലിക്കരയും അപ്പം മാവേലിക്കര നമ്മൾ പരിഗണിച്ചാൽ സത്യം പറഞ്ഞാൽ UDF ജയിക്കേണ്ടതാണ്. പക്ഷേ 9 തവണയും കണ്ടായില്ലേ, എത്രയായി? 89 മുതൽ തുടർച്ചയായിട്ട് 2 തവണ കണ്ട് പരാജയപ്പെട്ടിട്ടുള്ളൂ. 89 മുതൽ കൊടിക്കുന്നിൽ MP ആണ്, 2 തവണ പരാജയപ്പെട്ടു. കൊടിക്കുന്നിലിനെതിരായ ഒരു വികാരം അവിടെ ശക്തമാണ്. ആന്റി ഇൻകംബൻസി ഉണ്ടാവും, നന്നായിട്ടുണ്ട്. കൊടിക്കുന്നിലെതിരായ ഒരു വല്ലാത്ത വികാരമുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ചില തർക്കം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചില തർക്കം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല. അവിടെ കൊടിക്കുന്നിലും അരുൺകുമാറും തമ്മിൽ കടുത്ത മത്സരമാണ്. അത്ര അനായാസമായി കൊടിക്കുന്നിലിന് കയറി പോകാൻ പറ്റത്തില്ല, ജയിച്ചേക്കാം. അതുകൊണ്ട് കാര്യമാക്കണ്ട. എന്തോ ഒരു കലാശാലയോ എന്തോ ഒരു സർവകലാശാല അങ്ങനെ ആണോ? ആരോ എന്തോ ഒരു കഥ അടുത്ത കാലത്ത് അയലക്കുച്ചനോട് പറഞ്ഞായിരുന്നു കലാശാലയെക്കുറിച്ച്. അപ്പോൾ ഈ മാവേലിക്കരയിൽ നല്ല മത്സരമായിരിക്കും, എന്തും സംഭവിക്കും. ആ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവും വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ മാവേലിക്കരയിൽ അവർക്ക് എഡ്ജ് ഉണ്ടാക്കി. ഇപ്പോൾ ആർക്കും എഡ്ജ് ഇല്ലാത്ത ഒരു ഉണ്ട്. പത്തനംതിട്ടയാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രമായൊരു മണ്ഡലം. പത്തനംതിട്ടയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം MPക്കെതിരെ ഉണ്ട്, ആന്റണി. പക്ഷേ ആന്റണി ഈ പറഞ്ഞ മാതിരി, അടൂർ പ്രകാശിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്ത്രജ്ഞനാണ്, സൗമ്യനാണ്, ആളുകളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ ഈ ആന്റണിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ്, ഇപ്പോൾ എന്നോട് ചില ഗ്രൂപ്പുകാരൊക്കെ വിളിച്ചിട്ട് പറയുന്ന തെറി, അവനെ ഇല്ലാതാക്കണം, മറ്റേ മറിച്ച്. അപ്പോൾ ഇവരെയൊക്കെ നിരാശപ്പെടുത്തുക, അതായത് ആന്റണിയുടെ ശത്രുക്കളെല്ലാം നിരാശപ്പെടുത്തിയത് ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ജോർജ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ആന്റണിയുടെ ഒരുപക്ഷെ തോറ്റേനെ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത
നേതാക്കന്മാരൊരാളാണ് തോമസ് ഐസക്. കാരണം എനിക്ക് ഏറ്റവും വിദ്വേഷമുള്ള നേതാക്കളിൽ ഒരാൾ എം സ്വരാജും തോമസ് ഐസക്കും ടി.എൻ. പ്രതാപനും. ഈ തോമസ് ഐസക്ക് എന്ന് പറയുന്നത് കപടനാട്യക്കാരനാണ്. കള്ളം മാത്രം പറയുന്ന, ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ ഈ കേരളത്തെ ഇത്രയും മുട്ടിപ്പിച്ചതും ഈ സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കിയതൊക്കെ തോമസ് ഐസക്കാണ്. അയാൾ ജയിക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ആ ഭയം BJP നേതൃത്വം മാറ്റി തന്നു. അപ്പം അനിൽ ആൻ്റണി എനിക്കിഷ്ടമാണ്, പാവത്താനാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ഒരിക്കലും അനിൽ ആൻ്റണിയെ മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അനിൽ ആൻ്റണിയെ മരപ്പൊട്ടെന്നൊക്കെ വിളിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് BJPയിലേക്ക് വന്ന സമയത്ത്. പക്ഷേ എനിക്ക് കേസും അതൊക്കെ ഉണ്ടായപ്പം എനിക്ക് അനുകൂലമായി, എനിക്ക് വേണ്ടി പരസ്യമായി പ്രതികരിച്ച അപൂർവ ആളുകൾ BJPയിലെ തന്നെ, ശോഭാ സുരേന്ദ്രനെ പോലെ അല്ല, BJPയിലെ തന്നെ ചില നേതാക്കളൊക്കെ ബോധപൂർവം നിശബ്ദത പാലിച്ചപ്പോൾ, അതുകൊണ്ട് എനിക്ക് അയാളോട് വലിയ കടപ്പാട് വ്യക്തിപരമായിട്ടുണ്ട്. പാവമാണ്, ഞാൻ ഒരുപാട് തവണ സംസാരിച്ചു, നിഷ്കളങ്കനായ പാവമാണ് പുള്ളിക്ക്. പക്ഷേ പത്തനംതിട്ടയിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ശോഭിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ പ്രധാനമന്ത്രി വന്നാലും അതിൻ്റെ മാത്രമുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ നിർഭാഗ്യം, വളരെ സങ്കടത്തോടെ പറയട്ടെ, അദ്ദേഹം പിന്നോട്ട് തന്നെയാണ്. നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ പിന്നോട്ട് തന്നെയാണ്. ഈ ആൻ്റണിയുടെ ശത്രുക്കളായിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അതിനേക്കാൾ വലിയ ശത്രു അനിൽ ആൻ്റണി. കാരണം കോൺഗ്രസിനെ വഞ്ചിച്ച ആളാണ്, ഏക്കാൻ്റെ മകൻ. അതുകൊണ്ട് ഈ ശത്രുക്കളെല്ലാം ആൻ്റണിക്ക് അനുകൂലമായി ഏകീകരിക്കും. അതായത് ആൻ്റണി ഒരു ഭാഗ്യവാനായ രാഷ്ട്രീയക്കാരനാണ്. എപ്പോഴും അദ്ദേഹത്തിന് അനുകൂലം എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഇപ്പം അനിൽ ആൻ്റണി മത്സരിച്ചതുകൊണ്ട് ആൻ്റണിക്ക് തന്നെയാണ് എഡ്ജ് കൂടുന്നത്. പക്ഷേ ആൻ്റണിക്ക് ഈ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഡ്ജായി. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം പത്തനംതിട്ട മണ്ഡലത്തിൽ എനിക്കറിയാം, ഞാൻ പത്തനംതിട്ട മണ്ഡലംകാരനാണ്. അപ്പോൾ അവിടുത്തെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആൻ്റണിയുടെ എതിർപ്പ് തുടങ്ങിയിരുന്നു. അവരൊരു, നമ്മൾ ഈ ഇസ്ലാം ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നതയിൽ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗങ്ങൾ. പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജോർജാണ് അവരുടെ ഒരു പോരാളി. ജോർജ് മാറപ്പെട്ട സാഹചര്യത്തിൽ ആ വികാരം തണുത്തു, ആൻ്റണിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട UDF ഏകദേശം ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പർ ഹാൻഡ് മാവേലിക്കരയും പത്തനംതിട്ടയും കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇടുക്കിയാണ്, നമ്മൾ പറഞ്ഞു കോട്ടയമാണ്. കോട്ടയം അടിസ്ഥാനപരമായി ഒരു UDF മണ്ഡലമാണ്. നമ്മൾ മനസ്സിലാക്കണം, UDF ജയിക്കേണ്ടതാണ്. പക്ഷേ UDF മണ്ഡലത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസ് LDFയിലേക്ക് പോയി. LDFയിലേക്ക് പോയെങ്കിൽ പോലും UDFനെ അടി തെറ്റാത്ത സ്ഥലമാണ്. തീർച്ചയായും പുതുപ്പള്ളി ജയിച്ചു, കോട്ടയം ജയിച്ചു, കടുത്തുരുത്തി ജയിച്ചു. ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യത്തെ കോട്ടയത്തെ ഇലക്ഷനാണ്. അതുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത മത്സരം നടക്കും. അവിടെ തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മാന്യനാണ്, ആർക്കും പരാതിയില്ല, പാവപ്പെട്ടവനാണ്. ഫ്രാൻസിസ് ജോർജ് വളരെ ജനകീയനാണ്. KM ജോർജിൻ്റെ മകൻ വളരെ ജനകീയനാണ്. പക്ഷേ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നാണ്, രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് അവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. അല്പം മുൻതൂക്കം ഫ്രാൻസിസ് ജോർജിനാണ്. പക്ഷേ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കേരള കോൺഗ്രസ് പറയുന്ന പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. മാണിസാറിൻ്റെ ലെഗസി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്ത് പറയാം. പക്ഷേ എങ്കിൽ പോലും എഡ്ജ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജിനാണ്. അങ്ങനെ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എറണാകുളം പറഞ്ഞു. പിന്നെ അപ്പോൾ ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു. പിന്നെ അതാ ഇനി അടുത്തത് ഇടുക്കി കഴിഞ്ഞു, ചാലക്കുടിയുടെ പ്രത്യേകത ഇത് എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ UDF മണ്ഡലമാണ്. തീർച്ചയായും പഴയ പഴയ മുകുന്ദപുരം അല്ലേ? പഴയ എല്ലാവരും കോൺഗ്രസിന്റെ പ്രമുഖരൊക്കെ ജയിച്ചില്ല. കേരള കോൺഗ്രസ് ജോസഫ് കുരുവില മോഹൻദാസ് പണ്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ജയിച്ച മണ്ഡലമാണ്. 2004 പത്മജ വേണമെന്ന് മത്സരിച്ചപ്പോൾ മാത്രമാണ് അന്ന് അത് പരാജയം വന്നത്. അത് പത്മജ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അന്ന് കേരളത്തിലെ അഹമ്മദ് ഒഴികെ ബാക്കി മുഴുവൻ പേരും തോറ്റുപോയി. അതാളും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും പത്മജ എന്നോട് തോറ്റു ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ പിന്നെ അങ്ങനെ ജയിച്ചു നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു UDF മണ്ഡലമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 6 മണ്ഡലങ്ങളെ പോലെ, അതായത് എറണാകുളവും വയനാടും ഒക്കെ പോലെ തന്നെ വയ്ക്കണം. മാത്രമല്ല കോട്ടയത്തിൻ്റെ നേച്ചറാണ് ചാലക്കുടി. പക്ഷേ ഇത്തവണ കോട്ടയത്തിന് വലിയൊരു കുഴപ്പമാണ്, അല്ലെ ഇത്തവണ ചാലക്കുടിക്ക് വലിയ കുഴപ്പമുണ്ട്. അവിടെ 2020 സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്, ചാർലി പോൾ. ഈ ചാർലി പോളിന് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. സാബു ജേക്കബിൻ്റെ, കിറ്റക് സാബുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ബെന്നി ബെഹനാനാണ്. പിണറായി വിജയനും ശ്രീനിജനും ഒക്കെ അത് കഴിഞ്ഞോളൂ. പിണറായിയുടെ സുഹൃത്താന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. ശ്രീനിജനെ പരസ്യമായി അദ്ദേഹം അധിക്ഷേപിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറ്റം പറയാറുണ്ട്.
പക്ഷേ ബെന്നി ബെഹനാനാണ് ഈ സാബു ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു. അതിനൊരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഇപ്പോൾ ഈ വാസ്തവത്തിൽ ഈ ഇവർ ഈ കുടുംബക്കാർ തമ്മിൽ ചില പ്രശ്നമുണ്ടായിരുന്നു. ഈ കിറ്റക്സ് കുടുംബത്തിൽ ചില പ്രശ്നമുണ്ടായിരുന്നു. അതിൽ സാബുവും അവരുടെ ഒരു ഫാമിലി ഒരു ഭാഗം മുഴുവൻ ബിസിനസ്സുകാരും മറ്റൊരു വിഭാഗം രാഷ്ട്രീയക്കാരുമായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബമായിരുന്നു അവിടെ കിഴക്കമ്പലം പഞ്ചായത്ത് വർഷങ്ങളെ ഭരിച്ചിരുന്നത്. ഈ ഒരു ഭിന്നത ശക്തമാവുകയും രാജൻ എന്ന പേര് ഞാൻ മറന്നുപോയി, ഈ ഇവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതോടെ പണി കൊടുക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ലൈസൻസ് റദ്ദാക്കും, പരിശോധന നടത്തും. ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് ബെന്നി ബെഹനാനായിരുന്നു. ആ വിരോധം ബെന്നിയോട് കിടക്കുവാണ്. അവസരം കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കായിരുന്നു, വെറുതെയാണ് കാത്തിരുന്നാണ്. ഇത്തവണ ചാലക്കുടിയിൽ അവർ ബെന്നി ബെഹനാനെ എതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്താണ്. ചാർലി പോൾ വളരെ ജനകീയ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ആളാണ്. ചാർലി പോൾ 1,00,000 വോട്ട് പിടിച്ചാൽ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തോക്കും. അപ്പോൾ അതൊരു ഞാൻ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാം. കാരണം അവരുടെ ഉറപ്പായ സീറ്റ്. രണ്ട്, ബെന്നി ബെഹനാൻ ഈ ഇലക്ഷൻ തന്ത്രങ്ങളിൽ ചാണക്യനാണ്. എ ഗ്രൂപ്പിൻ്റെത് മാത്രമല്ല, ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല തലയെടുപ്പുള്ള പോടാന്ന് പറഞ്ഞാൽ, അതായത് ജനം കൂടെ നിൽക്കുന്ന ഒരു നേതാവ്, പ്രായ രാഷ്ട്രീയക്കാരനാണ്. ബെന്നി ബെഹനാനെ തോക്കുക എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റും, അതും ചാലക്കുടിയിൽ. പക്ഷേ കിറ്റക്സ് സാബുവിൻ്റെ ദൃഢപ്രതിജ്ഞയാണ്. അവിടെ 1,00,000 വോട്ട് ചാർലി പോൾ പിടിച്ചാൽ ബെന്നി ബെഹനാൻ തോക്കാം. അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. കാരണം അവരെന്തോ മറ്റേ നമ്മുടെ കരിമണക്കർത്തയുടെ അളിയനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ അയാൾ അതിനൊക്കെ പറ്റി പ്രചരണമൊക്കെ ശാസ്ത്രസാധ്യ പരിഷത്തൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അയാൾ ഭാഗ്യവാനായിരിക്കും. ആൻഡ് ആന്റണിയാണ് വലിയ ഭാഗ്യവാൻ. തോറ്റു പോകേണ്ട ആളാണ്, ജയിക്കും. ജോർജാണ് തോറ്റുപോയനെ. അതുപോലെ തന്നെ ഒരു ഭാഗ്യവാനായിരിക്കും രവീന്ദ്രനാഥ്. അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് എം കെ രാഘവനെ തോൽപ്പിക്കും. എം കെ രാഘവന് തന്നെയാണ് എഡ്ജ്. എളമരം കരീം ഒട്ടും ജനകീയനല്ല. അയാളൊരു മറ്റേ എന്താ പറയണ ഒരു കാൽക്കുലേറ്റഡ് പൊളിറ്റിക്സിൻ്റെ, സത്യത്തിൽ ഈ CPM-ൻ്റെ അപജയത്തിൻ്റെ പ്രതീകമാണ്. സ്വന്തം രാഘവൻ. കോഴിക്കോട് നമ്മൾ അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മലപ്പുറവും പൊന്നാനി നമ്മൾ പറഞ്ഞു. പിന്നെ വയനാട് നമ്മൾ പറഞ്ഞു. ഇത് പ്രത്യേകിച്ച് അവിടെ ഒന്നും പ്രത്യേകിച്ച് മത്സരം നടക്കാനേ ഇല്ല. കഴിഞ്ഞ രാജ്യത്തേക്കാൾ ഭൂരിപക്ഷം കുറയുമോ എന്ന് മാത്രം നോക്കിയാൽ കുറയാം. അല്ല, ഇനി ബാക്കി ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് പാലക്കാടും ആലത്തൂരും കാസർഗോഡും കണ്ണൂരും. ഈ 4 സീറ്റാണ് പരിഗണിക്കുക. ഇതിൽ ആലത്തൂർ എടുക്കുക. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആലത്തൂരാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി, അതായത് ഈ 20 മണ്ഡലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി, എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ രമ്യ ഹരിദാസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ട്. രമ്യ ജയിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. ഞാനിപ്പോഴും സാമ്പത്തിക പുസ്തകങ്ങൾ എങ്ങനെയെങ്കിലും കടം മേടിച്ചിങ്ങനെ സഹായിക്കുന്ന ആഗ്രഹിക്കുന്നത്. പക്ഷേ രമ്യ, ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീൽഡ് റിപ്പോർട്ട് അത്ര അനുകൂലമല്ല. അപ്പോൾ അവിടെ അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ അനിലക്കരയും ഹംസയുമായിരുന്നു കഴിഞ്ഞ തവണ ചുക്കാൻ പിടിച്ചത്. അനിലക്കര അതിബുദ്ധിമാനായ ഈ തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ അനിലക്കര തൃശ്ശൂരിന് ചുമതലയിലേക്ക് മാറി. അപ്പോൾ അതൊരു വലിയ ക്ഷീണമായി. ഹംസ പൊന്നാനിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി. മുസ്ലിം വോട്ടിൻ്റെ ചുമതല അത് ബാക്കി വോട്ട് ചെയ്തായിരുന്നു. അത് രണ്ടും പോയത് പ്രാദേശികമായി. പിന്നെ സ്വാഭാവികമായിട്ടും രമ്യ പെട്ടെന്ന് ഒരു നേതാവായി വളർന്നു വന്നതിൽ ഒരു അസ്വാരസ്യം അവിടെയുള്ള കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് രമ്യ ടൈറ്റ് മത്സരമാണ്. അല്പം എഡ്ജ് രാധാകൃഷ്ണൻ. കാരണം രാധാകൃഷ്ണൻ നല്ല ഇമേജുള്ള ആളാണ്, സത്യസന്ധനായ ആളാണ്. അതുകൊണ്ട് സങ്കടകരമായി പറയട്ടെ, ഈ 1ാം ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീറ്റായ അവിടെ എഡ്ജ്, ആലത്തൂരിൽ അല്പം എഡ്ജ് രാധാകൃഷ്ണൻ തന്നെയാണ്. പാലക്കാടും തീർച്ചയായും വിജയരാഘവൻ ആയതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പാലക്കാട് ഇതിൻ്റെ പ്രശ്നം CPM-ൻ്റെ സീറ്റാണ് തീർച്ചയായും. മാത്രമല്ല ഷാഫി വടകരയിലേക്ക് പോയിരിക്കുന്നത് ക്ഷീണം ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷാഫി അവിടെ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഷാഫി അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ആളാണ്. ഷാഫിയുടെ അസാന്നിധ്യം കുഴപ്പം ചെയ്യും.
പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ CPM. അതല്ല 89 പാലക്കാട് MP ആയിരുന്നു. അതുകൊണ്ട് 18,000 വോട്ടിനെ കഴിഞ്ഞ പ്രാവശ്യം ഈ തരംഗത്തിലും ജയിച്ചത്. അതുകൊണ്ട് പാലക്കാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഞാൻ പറഞ്ഞ അല്പം എഡ്ജ് പാലക്കാടും ആലത്തൂരും അല്പം എഡ്ജ് CPM-നാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആലപ്പുഴയിൽ എഡ്ജ് CPM-നല്ല, പക്ഷെ പാലക്കാടും ആലത്തൂരും എൻ്റെ അഭിപ്രായത്തിൽ ആറ്റിങ്ങലും ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ലാലത്താണ്. പക്ഷേ ചാലക്കുടി വളരെ ഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ കണ്ണൂരും കാസർഗോഡുമാണ്. കണ്ണൂർ സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ട് തീർച്ചയായും കോൺഗ്രസ് അത് നിലനിർത്തും. കഴിഞ്ഞ ഇലക്ഷന് CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും സുധാകരൻ വൻ ലീഡ് നേടി. സുധാകരൻ ഒരു പോരാളിയാണ്. അപ്പം സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ട് കണ്ണൂരിൽ സുധാകരൻ അനുകൂലമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ സുധാകരനെ സംഘിയാക്കാന്മാർ കുറേ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ പക്ഷെ മാത്രമല്ല MV ജയരാജനാണ്, അത്ര പ്രഗത്ഭനായൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. അപ്പോൾ എഡ്ജ് സുധാകരൻ തന്നെയാണ്. അതേസമയം ഏറ്റവും വിചിത്രമായിരിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ, കാസർഗോഡ് CPM-ൻ്റെ 4 സീറ്റിൽ പെട്ടതാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പോയി ഫൈറ്റ് ചെയ്ത് കുറിമായിച്ച് പോയതാ. ഇവിടെ കുറിയില്ലാതെ നടക്കത്തില്ലായിരുന്നു. അവിടെ പോയി അദ്ദേഹം അവരുടെ സ്വന്തമായി മാറി. അവിടെ അദ്ദേഹം ഒരു സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, എനിക്ക് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം, ഇത്തവണ ഞാൻ ആ ഒരു ആവേശമൊന്നും കാണിക്കുന്നത്. കാരണം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആളുകളോടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ സമയം ചീത്ത കേട്ടിട്ടും രമ്യ കൂടെ നിന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കുറിമ അയച്ചതിൻ്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നത് കാരണം ചെറിയ ഭയം തട്ടിയതുകൊണ്ട്. പക്ഷേ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ സ്വീകാര്യനായി മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ താരതമ്യേനെ തരക്കേടില്ലാത്ത ഇമേജുണ്ട്. എഡ്ജ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്. അവിടെ CPM-നെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ്. AKG മത്സരിച്ച് വിജയിച്ചിരുന്ന സീറ്റാണ്. നായനാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെട്ട സീറ്റാണ്. അത് മറ്റൊരു വശം. എങ്കിൽ പോലും ദീർഘകാലം CPM കയ്യിൽ വെച്ചിരുന്ന സീറ്റാണ്. അതുകൊണ്ട് ഇത്ര അവർ സർവ്വശ്രമം നടത്തുന്നുണ്ടായി. BJP-യുടെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. ഒരു പെൺകുട്ടി, ഒരു അശ്വനി എനിക്ക് തോന്നുന്നത് അവിടെ യുവമോർച്ചയുടെയും വനിതാ മോർച്ചയുടെയും ഒക്കെ ആളായിരുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ മെച്ചപ്പെട്ട വോട്ട് നേടും. അവിടെ ഈ സാധാരണ ഈ കാസർഗോഡ് വലിയ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണ്. അത് ഇത്തവണ സംഭവിക്കത്തില്ല, നല്ല വോട്ട് നേടും. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താന് മുൻതൂക്കമുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ UDF-ന് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു തരംഗം ഇല്ല. BJP വലിയ തരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കാത്തിരുന്നിട്ടേ നമുക്കൊരു തീരുമാനത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്തോണ്ടിരിക്കുകയാണ്, ഇന്ന് ഒരുപാട് സമയമുണ്ടല്ലോ. ഏതായാലും ഇതൊരു നമ്മൾ UDF ശ്രദ്ധിക്കേണ്ടത് അമിതമായ ആത്മവിശ്വാസം പാടില്ല. കഴിഞ്ഞ തവണത്തെ അത്രയും അനുകൂല സാഹചര്യമല്ല UDF. നന്ദി.